രാവിലെ തന്നെ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മാവ് അരച്ചു വെച്ചതൊക്കെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഇഡ്ഡലി. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മോൾ അത് തന്നെയാണ് കേട്ടോ ലഞ്ചിനും കൊണ്ടുപോകാറ്. ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആദ്യം 2 കുഞ്ഞി തട്ടുകടകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്കാണ് പോവുക. അപ്പോൾ അവിടുന്ന് ഇതാ ഇതുപോലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പനിയൊക്കെ പോകുമെന്ന് പറയും കേട്ടോ. അന്നൊക്കെ ഫേവറേറ്റ് ഫുഡുകളിൽ ആകെ 3 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇഡ്ഡലി, നെയ് റോസ്റ്റ് അല്ലെങ്കിൽ ബിരിയാണി. ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അന്നൊക്കെ കരുതിയിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, ഉണ്ടാക്കിയാൽ തന്നെ കടയിൽ കിട്ടുന്ന സ്വാദ് ഉണ്ടാവും അതിന്. പക്ഷേ ഇന്നിതാ എനിക്കിഷ്ടമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്നൊന്നും ഇങ്ങനെ ഇഡ്ഡലി ഒന്നും കഴിക്കാറില്ല കേട്ടോ. അവൾക്ക് പോകാനുള്ള നേരമായപ്പോൾ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അവൾ പോയതിന് ശേഷമാണ് ഞാനും മോനും ഇതാ ഫുഡ് കഴിക്കണത് കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ അത് ധൃതി പിടിച്ച് കഴിക്കണമെന്ന് എനിക്ക് പറ്റൂല കേട്ടോ. എനിക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ. ഞാനിതാ ഫുഡൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.